ചൈനീസ് കമ്പനിക്ക് ടെൻഡർ അനുവദിച്ച സംഭവത്തിൽ കേരള ബാങ്കിന് ഹൈക്കോടതി നോട്ടീസ് കിട്ടി. കേരള ബാങ്ക് കേന്ദ്ര ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നടപടി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ടെലിഫോണിലുണ്ട്. ശ്രീകാന്ത്, കൂടുതൽ വിവരങ്ങൾ. ഈ ടെൻഡർ നടപടികളിൽ സ്വീകരിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ചൈനീസ് കമ്പനിക്ക് കേരള ബാങ്ക് ടെൻഡർ അനുവദിച്ചതോടുകൂടി മറികടന്നു എന്നുള്ളതാണ് ആക്ഷേപം. അതേ തുടർന്നാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും ഈ കേരള ബാങ്കിന് നോട്ടീസ് നൽകിയിട്ടുമുള്ളത്. ഈ മൈക്രോ ATM-നായി സിപ്സ ടെക്നോളജീസ് എന്ന ചൈനീസ് കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടതിൽ കേന്ദ്ര ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് പരാതി. ചൈനീസ് കമ്പനിക്കായി ടെൻഡർ യോഗ്യതകളിലടക്കം മാറ്റം വരുത്തിയതായും ആക്ഷേപമുണ്ട്. ഈ കേരള ബാങ്കുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റാണ് ഹർജി നൽകിയത്. എന്തായാലും ഇക്കാര്യം പരിശോധിക്കേണ്ടത് ഹൈക്കോടതിയാണ്. കേന്ദ്രത്തെ ഇതിൽ കക്ഷി ചേർക്കാൻ സാധ്യതയുണ്ട്. ഇത് ശരിയായ രീതിയിൽ ചട്ടം ലംഘിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയായി കണക്കാക്കപ്പെടും. താങ്ക് യു ശ്രീകാന്ത്.